വിവിധ വിഷയങ്ങൾ ഉന്നയിച്ച് യൂത്ത് കോൺഗ്രസ് ജില്ലാ കമ്മിറ്റി നടത്തിയ കളക്ടറേറ്റ് മാർച്ചിൽ സംഘർഷം. പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. പരിക്കേറ്റ 2 പ്രവർത്തകരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. തൊഴിലുറപ്പ് പദ്ധതി അട്ടിമറിച്ച കേന്ദ്ര സർക്കാരിനെതിരെയും PSCയെ നോക്കുകുത്തിയാക്കുകയും ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ SIT അന്വേഷണം അട്ടിമറിക്കുകയും ചെയ്ത സംസ്ഥാന സർക്കാരിനെതിരെയുമാണ് മാർച്ച് സംഘടിപ്പിച്ചത്. പടിഞ്ഞാറേക്കോട്ടയിൽ നിന്ന് ആരംഭിച്ച മാർച്ച് കളക്ടറേറ്റ് കവാടത്തിൽ ബാരിക്കേഡുകൾ നിരത്തി പോലീസ് തടഞ്ഞു. പ്രവർത്തകരും നേതാക്കളും ബാരിക്കേഡ് മറിച്ചിടാൻ നടത്തിയ ശ്രമം ശക്തമായപ്പോഴാണ് പോലീസ് 2 തവണ ജലപീരങ്കി പ്രയോഗിച്ചത്. തുടർന്ന് നടന്ന പ്രതിഷേധ യോഗം യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് OJ ജനീഷ് ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാനത്ത് സമാനതകളില്ലാത്ത കൊള്ളയ്ക്കാണ് സർക്കാർ നേതൃത്വം നൽകുന്നതെന്നും ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ അന്വേഷണം വഴിതിരിച്ചുവിടാനാണ് സർക്കാർ ശ്രമിക്കുന്നതെന്നും OJ ജനീഷ് പറഞ്ഞു. SIT അന്വേഷണം ശരിക്കും നടന്നാൽ മുൻമന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ളവർ ജയിലിലാകുമെന്നും ജനീഷ് പറഞ്ഞു. ജില്ലാ പ്രസിഡന്റ് ഹരീഷ് മോഹൻ അധ്യക്ഷത വഹിച്ചു. പ്രവർത്തകർ പ്രകോപിതരായി ബാരിക്കേഡ് മറിച്ചിടാൻ ശ്രമിച്ചപ്പോൾ പോലീസ് വീണ്ടും ജലപീരങ്കി പ്രയോഗിച്ചു. പോലീസ് ബലം പ്രയോഗിച്ച് പ്രവർത്തകരെ മാറ്റാൻ ശ്രമിച്ചത് സംഘർഷത്തിനിടയാക്കി. സമരക്കാരിൽ നേതാക്കൾ ഉൾപ്പെടെ ചിലരെ സമീപത്തുള്ള ടൗൺ വെസ്റ്റ് സ്റ്റേഷനിൽ എത്തിച്ചപ്പോൾ പ്രവർത്തകർ അവിടേക്ക് തള്ളിക്കയറി പോലീസുമായി പിടിവലിയായി. ഇതിനിടെ പരിക്കേറ്റ 2 പേരെ ആശുപത്രിയിലേക്ക് മാറ്റി. വിവരമറിഞ്ഞ് ബെന്നി ബെഹനാൻ MP, DCC പ്രസിഡന്റ് ജോസഫ് ടാജറ്റ്, മുൻ MLA PA മാധവൻ, മുൻ DCC പ്രസിഡന്റുമാരായ O അബ്ദുറഹ്മാൻ കുട്ടി, ജോസ് വള്ളൂർ തുടങ്ങിയവർ സ്ഥലത്തെത്തി പോലീസുമായി സംസാരിച്ചതിനെ തുടർന്ന് അറസ്റ്റ് ചെയ്ത പ്രവർത്തകരെ വിട്ടയക്കുകയായിരുന്നു. TCV തൃശൂർ.